ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇവിടെ ദുബായ് സഫാരി പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. സഫാരി പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സൂ പോലെയല്ല. ആനിമൽസിനെ അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓരോരോ സെക്ഷൻ തിരിച്ച് ഫ്രീ ആക്കി വിട്ടേക്കുക, അല്ലാതെ ഇങ്ങനെ കൂട്ടിലാക്കി ഇടുക അങ്ങനെയല്ല. പക്ഷേ എന്നാലും ഇതുപോലെ നമ്മുടെ നാട്ടിലും ആനിമൽസിനെ ഇടാറുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഡെസേർട്ടിൻ്റെ നടുക്ക് നോക്ക് എത്ര ഗ്രീനറിയാണ്. ഇത്രയും അടിപൊളിയായിട്ട് അവർ ആ സെറ്റ് ചെയ്ത് ഈ ഒരു ലൊക്കേഷൻ സെറ്റാക്കി എടുത്തതിനെയാണ് ഇവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നമ്മൾ പോയതാണെങ്കിലും നല്ല നട്ടുച്ച സമയത്താണ്, 1 മണിക്ക് കറക്റ്റ് അവിടെ റീച്ച് ആവുന്നത്. അവിടെ ആ സമയത്ത് നമ്മൾ റീച്ച് ആവുകയാണെങ്കിലും ഉണ്ടല്ലോ, അവർ ആ സമയത്തെന്നല്ല, ഇവിടുത്തെ ഈ വെയിലിനെ ഒന്ന് കൂൾ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ ചെറിയ സ്ട്രീംസ് പോലെ വെള്ളം ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അതുപോലെ ഫാനുണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും. ഫാനിൻ്റെ സൈഡിൽ കൂടെ ഈ നീരാവി പോലെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് വിടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു പൊസിഷനിൽ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴെങ്കിലും നമ്മൾ ഭയങ്കര കാമാവും. പിന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇതിപ്പം അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇപ്പം വീൽ ചെയർ വേണമെങ്കിൽ വീൽ ചെയർ അങ്ങനെ എല്ലാം അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൽ അവർ കുറേ സ്ട്രീംസ് ഇങ്ങനെ, ഇത് വെള്ളം പോകുന്നൊരു അരുവി പോലെ ഇങ്ങനെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ അവിടെ പുൽത്തകിടിയൊക്കെ നോക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ എല്ലായിടത്തും ചെറിയ ചെറിയ ഷെഡ് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ഓരോ റൂംസ് പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റും. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും അതിൻ്റെ അകത്ത് AC ഉണ്ടാവും. കൂടാതെ അതിൻ്റെ അകത്ത് നമുക്കിരിക്കാനുള്ള സീറ്റിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പോൾ ഈ സഫാരി പാർക്കിൽ നമുക്ക് ബൈ വാക്കും നമുക്ക് പോകാം. അതുകൂടാതെ നമുക്ക് എന്താ പറയുക, അവിടെ ടാക്സി സർവീസ് ഉണ്ട്. ടാക്സി എന്ന് പറഞ്ഞാൽ ഈ എക്കോ ടാക്സി ഇല്ല, കേബിൾ കാർ പോലത്തെ അങ്ങനത്തെ കാറും ഉണ്ട്. കൂടാതെ ഇതിൻ്റെ അകത്ത് പോകുന്ന ചെറിയ മിനി ബസ്സുകളുണ്ട്, ട്രെയിനുണ്ട്. ഇതിൻ്റെ എല്ലാ സർവീസിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്ത് നമുക്ക് പോകാം. അപ്പോൾ അത് കൂടാതെ ഇപ്പം നടന്നാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും, ഞങ്ങൾ നടന്നായിരുന്നു പോയിരുന്നത്, സ്വാഭാവികമായിട്ടും നമ്മൾ മടുക്കും. ആ മടുക്കുമ്പോഴാണല്ലോ നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് കയറി ഇരുന്നിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസം. അതുകൂടാതെ കഫേസ് പോലെ അങ്ങനെ അതിൻ്റെ അകത്തുണ്ട്. ഫുഡിനാണെങ്കിൽ ഫുഡ് ഒക്കെ ഉണ്ടാവും. പിന്നെ ആനിമൽസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന നമ്മളുടെ നാട്ടിലെ സൂവിൽ കാണുന്നതും ആയിട്ട് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ ആഫ്രിക്കൻ വില്ലേജ്, പിന്നെ അതുപോലെ ഏഷ്യൻ വില്ലേജ്, അതുപോലെ കിഡ്സ് ഫാം, ബേർഡ്സിൻ്റെ സെക്ഷൻ വേറെ, അങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ സെക്ഷനായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പം നമുക്കുള്ളത് എന്നാന്ന് വെച്ചാൽ നമുക്കത് ഓരോരോ സ്ഥലം കഴിയുമ്പം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോയാൽ, അതായത് നെക്സ്റ്റ് എവിടെ പോകണം അങ്ങനത്തെ നമുക്ക് അവിടെയുള്ള ഗൈഡിൻ്റെ അടുത്തായാലും അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ നമ്മൾ പോയത് ഈ ഒരു സമയമായതുകൊണ്ടുണ്ടല്ലോ, ഒട്ടുമിക്ക ആനിമൽസും അത് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഓൾമോസ്റ്റ് ഇപ്പോൾ ഗോറില്ലേനൊക്കെ കണ്ടില്ലേ, എല്ലാം ഉറങ്ങുമായിരുന്നു. അതുപോലെ നമ്മൾ ലയണിനെയും കണ്ടു. ലയണാണെങ്കിലും ശരി, അത് ഉറങ്ങുമായിരുന്നു. കാരണം ഈ നട്ടുച്ച സമയത്ത് എങ്ങനെ അതുങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത്. പിന്നെ ഈ മൃഗങ്ങൾക്കാണെങ്കിലും ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് അവർ ആ ഒരു ഫാനിൻ്റെ സെറ്റപ്പ് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ ഫാന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കാട്ടുവന്ന് ഇതുങ്ങളൊക്കെ കിടന്നുറങ്ങുകയാണ്. അതുപോലെ ഇതുപോലെ ഒരു ബോർഡ് ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് സ്പീഷീസ് ഏതാണ്, ഏത് ഏരിയയിലാണ് അതുങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്, എന്താണ് അവരുടെ ഫുഡ് മെയിനായിട്ടുള്ളത്, ഇങ്ങനത്തെ രീതിയൊക്കെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, അവരൊരു ഹട്ട് പോലെ ഇടയ്ക്കിടയ്ക്ക് ആക്കി ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ആക്കിയിട്ടിരിക്കുന്ന ഒരു ഹട്ടാണ് ഇവിടെ ഈ കാണുന്നത്. ആ വിൻഡോ കാണുന്നത് അതിൻ്റെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് അവർ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ ഇതുങ്ങളെല്ലാം ആ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കാണാനൊക്കെ പറ്റും. പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ ആനിമൽസ് നമ്മളുടെ അടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇടയിൽ
ഈ വലിയ കുഴി പോലെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടിരിക്കുക. അന്നേരത്തേക്ക് ഇതുങ്ങൾക്ക് വെള്ളത്തിനാണെങ്കിൽ വെള്ളം കിട്ടും. അതുപോലെ ഇതുങ്ങൾ അത്രയും ജമ്പ് ചെയ്ത് നമ്മളുടെ അടുക്കലേക്ക് വരില്ല. അങ്ങനെയുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബസ്. അത് ബസ്സും അതിന് പുറകിലെ 2 ഈ ടാക്സിയാണ്, എക്കോ ടാക്സി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഏത് സർവീസുകളിൽ അതിന് ഓരോന്നിനും ഓരോ റേറ്റാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിൽ കയറിപ്പോവാം. പിന്നെ ഇതുപോലെ ഒരു പോർഷനുണ്ട്, വെള്ളം ഇതിൻ്റെ അകത്തു നിന്നാണ് വെള്ളം ഒഴുകി താഴെ ആദ്യം കണ്ടില്ല ആ ഒരു സ്ട്രീക്ക് ഇങ്ങനെ പോകുന്നത്, അതിൻ്റെ അകത്തോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടും. പക്ഷേ എന്നാൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ തണുപ്പടിക്കുന്നത് കൊണ്ട് അത്ര വലിയ ചൂട് അനുഭവിക്കത്തില്ല. അതുപോലെ ഇവിടെ നോക്ക്, ഇവിടെ കണ്ടോ പിള്ളേരൊക്കെ അതിൻ്റെ അകത്ത് കളിക്കാനൊക്കെ പറ്റും ആ വെള്ളം വരുന്നതിനനുസരിച്ചേ. അങ്ങനെയൊക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു രസം. നമുക്കല്ലാതെ നടന്നു പോകുമ്പം മെയിനായിട്ട് നമ്മൾ മടുക്കും. അങ്ങനെ നമ്മൾ ശരിക്കും നടന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും കിലോമീറ്റർ ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് നടന്നു പോകാനാണെങ്കിലും. കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മടുത്തായിരുന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ എന്നാന്ന് വെച്ചാൽ അതായത് ഈ ഒരു വില്ലേജിൽ നിന്ന് ഇറങ്ങി അടുത്തായപ്പോഴത്തേക്കും നമ്മൾ മടുത്ത്, കാരണം നടന്ന് പോകുന്നത് കൊണ്ട്. അവസാനം അവിടുന്ന് ഓരോ സ്പോട്ടിൽ നിന്ന് നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാതെ സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ, എന്നാലേ ടാക്സി വരുള്ളൂ പിക്ക് ചെയ്യാൻ, അങ്ങനെയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മടുത്ത ആ പോർഷനിൽ നിർത്തിയിട്ട് അവിടുന്ന് ടാക്സി ബുക്ക് ചെയ്ത് ഡയറക്റ്റ് അവരെ എക്സിറ്റിൽ കൊണ്ടുപോയി വിടുക ചെയ്തിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.